ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഞാനൊരു ഈവനിങ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ട്ടോ. പിന്നെ ഇത് കുറേ ദിവസം മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത്. പിന്നെ ഇതൊരു ദിവസത്തെ വിശേഷങ്ങളല്ല ട്ടോ. ഞാൻ 2 ദിവസത്തെ കാര്യങ്ങള് ഒന്നിച്ച് മിക്സ് ആക്കി അങ്ങനെ ഇടുന്നതാണ്. ഇതിപ്പോ ഞാൻ വൈകുന്നേരം കാടമുട്ട ഉണ്ടല്ലോ, അത് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ കാടമുട്ട ഞാൻ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ട് തിന്നാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കോഴിമുട്ടയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണെങ്കിലും ബോയിൽ ചെയ്തിട്ട് തിന്നാനാണെങ്കിലും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഇതിപ്പോൾ കാണാൻ ചെറിയ സൈസല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു രസത്തിന് വേണ്ടിയിട്ട് അവരങ്ങനെ കഴിക്കുന്നതാണ്. അങ്ങനെ പിന്നെ കാടമുട്ട ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ട് ഒരു ഫ്രൈ പാനിൽ മുളക് പൊടിയും മീറ്റ് മസാലപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഞാനില്ലേ ഇങ്ങനെ കാടമുട്ടയും പിന്നെ കൽമാസ്, കല്ലുമ്മക്കായ് ഇതൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീറ്റ് മസാലപ്പൊടി ഇടലുണ്ട് ട്ടോ. അങ്ങനെ ഇടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അങ്ങനെ പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്കും കൂടെ കുത്തി കൊടുക്കലാണ്. അങ്ങനെ പിന്നെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കലാണ്. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ പിന്നെ മഗ്‌രിബ് ബാങ്കെല്ലാം കൊടുത്ത് നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ്. ചില്ലി ചിക്കനാണ് ട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ അജ്മാനിൽ വരുന്ന സമയത്ത് നെസ്റ്റോന്ന് ഈ ഒരു ചില്ലി ചിക്കൻ പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൗഡർ ഞാൻ അവിടുന്ന് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ലോണം ഇഷ്ടമായി ട്ടോ. അങ്ങനെയാണ് ഞാൻ പിന്നെ ലൂസായിട്ട് കുറച്ചിങ്ങോട്ട് വാങ്ങിയത്. ഇതിൽ ഞാൻ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല ട്ടോ. ഈ ഒരു പൗഡർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നല്ല കളർ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് അത്ര നല്ലതാണെന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ സാധാ മുളക് പൊടിയൊക്കെ ലൂസായിട്ട് വാങ്ങുന്നില്ലേ, അതുപോലെ വാങ്ങുന്ന ഒരു പൗഡറാണ് ട്ടോ. മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല ട്ടോ. കുറച്ച് സമയം ഞാനവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചില്ലി ചിക്കൻ്റെ കൂടെ ബട്ടൂരയും ചിക്കൻ കുറുമയാണ് ട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായ. അപ്പോൾ ബട്ടൂരക്ക് ചില്ലി ചിക്കൻ മാത്രമാകുമ്പോൾ ഒരു ഗ്രേവി കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് എക്സ്ട്രാ ഞാൻ ചിക്കൻ കുറുമയും കൂടി ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ. എന്നിട്ട് ചിക്കൻ കുറുമക്കുള്ള തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട്. ചിക്കൻ കുറുമ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചില്ലി ചിക്കൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് റെഡിയാക്കി എടുക്കലാണ്. എന്നിട്ട് പിന്നെ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഉള്ളിയും പിന്നെ കുറച്ച് ഗാർലിക്കും ക്യാപ്സിക്കും കൂടിയിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ചില്ലി ചിക്കനൊന്നും അല്ല ട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് കെച്ചപ്പും സോയാ സോസും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനില്ലേ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ വഴറ്റിയെടുത്തുകൊണ്ട് പിന്നെ ലാസ്റ്റ് അതിൽ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും ഒരു സ്പേസ് കിട്ടാത്ത പോലെ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം മാറ്റിയിട്ടൊന്നും കാര്യമില്ലാന്ന്. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ ബട്ടൂര ഉണ്ടാക്കിയെടുക്കലാന്ന്. ബട്ടൂര ഞാൻ എപ്പോഴും റൗണ്ടിൽ പരത്തി എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഹാഫ് മൂൺ ഷേപ്പിലാണ് ഉണ്ടാക്കുക. അപ്പോൾ പിള്ളേർ എപ്പോഴും പറയുക ഇത് ഹാഫ് മൂൺ അപ്പം എന്നാണ്. ഞാനെപ്പോഴും എന്തെങ്കിലും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത അപ്പാണെങ്കിൽ അവർ പറയും ഉമ്മ എന്തിനാ ഈ അപ്പം ഉണ്ടാക്കിയേ, ഹാഫ് മൂൺ അപ്പം ഉണ്ടാക്കിക്കൂടെ എന്നാണ്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ റെഡി ആയിട്ട് പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് പിന്നെ അതിന്റെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിള്ളേർക്ക് പാർക്കിലൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങലാണ്. പിന്നെ മെയിനായിട്ടുള്ള നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ചായ കുടിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നല്ലേ ചായ കുടിക്കുന്നത്, ഒരു ദിവസം നമുക്ക് പുറത്തുനിന്നും കുടിക്കാമെന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത് ഒരു സ്ഥലത്തും എത്തിപ്പെട്ടത് വേറൊരു സ്ഥലത്തുമാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് രാമന്തളിയിലുള്ള പടിഞ്ഞാറ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊരു സൺഡേ ഷൂട്ട് ചെയ്ത വ്ളോഗാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ചായക്കടിയൊന്നും ഇല്ല കേട്ടോ, എല്ലാം തീർന്നിട്ടുണ്ടായിനി. നമ്മൾ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ചായ കുടിക്കലാണ്. അപ്പോൾ ചായ കുടിക്കുമ്പോൾ നല്ല കടിയൊക്കെ വേണ്ടേ. പിന്നെ കടിയും ഇല്ല, പിന്നെ അവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാനുള്ള ഒരു സ്പേസും ഇല്ല കേട്ടോ. എല്ലാവരും ടേബിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തൃക്കരിപ്പൂരുള്ള കായൽ തീരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. അവിടെ കുറേ കടികളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടത് മെയിനായിട്ട് കല്ലുമ്മക്കായാണ്. അപ്പോൾ കല്ലുമ്മക്കായും കൽമാസും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചായയും. പിന്നെ കുട്ടികൾക്ക് ഷവർമയും ഐസ്ക്രീമും അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങി. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് 6:15 ആയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുട്ടികൾ പാർക്കിലൊക്കെ കളിച്ച്. പിന്നെ ആദ്യം പോയ സ്ഥലത്ത് പാർക്കൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് പുഴയോരത്ത് നിന്ന് ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു വൈബാണ്. ഇവിടെ വന്നതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചൊരു എൻജോയ്മെന്റ് ആയി. അങ്ങനെ പിന്നെ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ആ ഒരു ദിവസത്തെ വിശേഷങ്ങൾ.